Hello friends, welcome to SAT Center Institution of Mathematics and Puthumarikara Free Education to All. Please subscribe to our YouTube channel for updated videos. Chapter 7 Tangents Part 3 കൺസ്ട്രക്ഷനിലെ ടാജന്റ് ഓഫ് എ സർക്കിൾ. അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഡ്രോ ഇൻ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തൊരു ഇൻ സർക്കിൾ വരയ്ക്കണം. ഇവിടെ ട്രയാങ്കിൾ നോക്കി നമുക്കറിയാം ഇത് ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്നൊരു ടാജന്റ് ആണ്. ഇവിടെ ഒരു ടാജന്റ് ഉണ്ട്, ഇവിടെ ഒരു ടാജന്റ് ഉണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഒരു ട്രയാങ്കിൾ നമുക്ക് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ഇൻ സർക്കിൾ എല്ലാ വശത്തെയും ടച്ച് ചെയ്ത് പോകുന്ന ഒരു സർക്കിൾ പോലെ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ 5 സെൻറ്റിമീറ്ററിലെ ഒരു വരയാണ് ആദ്യം വരയ്ക്കേണ്ടത്. ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ വരയ്ക്കണം. അത് ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്ററിലൊരു വര വരച്ചു. ഓക്കെ, ദെൻ നമുക്കതിന് AB എന്ന് പേര് കൊടുക്കാം. 5 സെൻറ്റിമീറ്റർ AB. ഓക്കെ, ഇനി നമുക്ക് ഒരു വശം 6ഉം ഒരു വശം 7ഉം വേണം. അപ്പോൾ കോമ്പസിൽ നമ്മൾ 6 സെൻറ്റിമീറ്റർ എടുക്കുക, എന്നിട്ട് ബിയിൽ കുത്തിയിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഇപ്പം ഉണ്ട് കോമ്പസിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വരയ്ക്കാം കേട്ടോ, നമുക്ക് ചോദിച്ചിരിക്കുന്ന അളവിൽ വരയ്ക്കാം. അപ്പോൾ 6 സെൻറ്റിമീറ്ററിൽ ഒരു ആരം വരയ്ക്കാം. നെക്സ്റ്റ് ഞാൻ ഇപ്പോഴത്തെ സൈഡ് 7 സെൻറ്റിമീറ്ററാണ് ഉദ്ദേശിക്കുന്നത്. 7 സെൻറ്റിമീറ്റർ ഇപ്പുറത്തുനിന്ന് കിട്ടുന്ന രീതിയിൽ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ 2 ആർക്കും ഇങ്ങനെ കൂട്ടിമുട്ടും. അപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 7 സെൻറ്റിമീറ്റർ. ആ പോയിന്റ് തമ്മിലിങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 7 സെൻറ്റിമീറ്റർ ഉള്ളൊരു വശം ഇപ്പുറത്ത് ജോയിൻ ചെയ്താൽ 6 സെൻറ്റിമീറ്റർ ഉള്ള മറ്റൊരു വശം. ഇപ്പോൾ നമുക്ക് ത്രികോണമായി കണ്ടോ. ഇനി ത്രികോണത്തിൻ്റെ ഉള്ളിൽ ഒരു വൃത്തം, ഇതാണ് ഇൻ സർക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇടിയോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ത്രികോണം വരയ്ക്കുന്നു, അതിൻ്റെ ഒരു മൂലയുടെ സമഭാജ്യം എടുക്കണം, ഒരു വര വരയ്ക്കുക. അടുത്ത മൂലയുടെ സമഭാജ്യം എടുക്കുക, ഒരു വര വരയ്ക്കുക. ഇത് രണ്ടും കൂടി കൂട്ടിവിടുന്ന ബിന്ദുവില്ലേ, അതിൽ നിന്ന് റേഡിയസ് എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായി നമുക്ക് ബിയിൽ കുത്താം. കോമ്പസിൽ കുറച്ച് അളവ് എടുക്കാണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കാം. കണ്ടോ, അപ്പോൾ അതവിടെ കുത്തുക. അത് കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് കുത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമ്മൾ വര വരച്ചു, കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് അങ്ങനെ വരച്ചു. ജസ്റ്റ് ദെൻ ജോയിൻ. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും സമഭാജി വരയ്ക്കാൻ അല്ലേ. അങ്ങനെ കോണിൻ്റെ സമഭാജി വരയ്ക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, സിമിലാർലി നമ്മൾ ഇപ്പുറത്തെ കോൺ എയിലും അങ്ങനെ വരയ്ക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ റൗണ്ട് വരച്ചു, കട്ട് ചെയ്തു. കണ്ടോ, ഇനി ആ കട്ട് ചെയ്ത സ്ഥലത്ത് കുത്തിയിട്ട് നമ്മൾ മുകളിലൊരു കട്ടിങ്, അപ്പുറത്തും കുത്തി തിരിച്ചതിനെ ക്രോസ് ചെയ്തൊരു കട്ടിങ്. കണ്ടോ, ഇനി ആ ക്രോസ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ എയിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ യെസ്, അങ്ങനെ ഈ 2 ഇതും കൂടി കൂട്ടിവിടുന്നൊരു ബിന്ദു എടുക്കുക. കോമൺ പോയിന്റ് എടുക്കുക. കോമൺ പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അളക്കുക. അതായത് ഒരു വൃത്തം വരയ്ക്കണം നമുക്ക് അതിനകത്ത്. അപ്പോൾ ആ താഴെയുള്ള ആ വശം കണ്ടോ, ആ വശത്തേക്കുള്ള അകലം കൃത്യമായിട്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കുക. ഉണ്ടോ, ഈ റൗണ്ട് എല്ലായിടത്തും മുട്ടണം, എല്ലാ ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളിലും മുട്ടണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോയി. അപ്പോൾ നോക്കി, ഇതാണ് ഇൻ സർക്കിൾ. കണ്ടോ, എല്ലാ വശങ്ങളിലും മുട്ടിയിട്ടുണ്ട്. കണ്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ടാജന്റ്, ആ വൃത്തത്തെ ടച്ച് ചെയ്ത് പോയിരിക്കുന്ന 3 ടാജന്റ്. അതിന് നമ്മൾ ഓരോ കോണിൻ്റെ സമഭാജി എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. കോമൺ പോയിന്റ് കിട്ടും. കണ്ടോ, 2 സമഭാജി ആ കോമൺ പോയിന്റ് കുത്തിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള അകലെടുക്കുക, അത് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ആ കോമൺ പോയിന്റ് കുത്തിയിട്ടാണ് വരയ്ക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇതിന് നമുക്ക് എന്താ പറയാം? ഇൻ സർക്കിൾ, അന്തർവൃത്തം എന്ന് പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.